നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സുഖമില്ലാത്ത കുട്ടിയാണോ ഇങ്ങനെ ചീത്ത പറയുന്നത്? സുഖമില്ലെങ്കിൽ അടങ്ങിയിരിക്കണം, അല്ല ചാടിക്കളിക്കല്ല വേണ്ടത്. അഹങ്കാരി. എന്റെ എത്ര കാലത്തെ അധ്വാനത്തിന്റെ കണക്കെന്നറിയും. മറിയങ്ങോട്ട്. ഒരു പെൺകുട്ടിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടാക്കുമ്പോ സ്വന്തം വീട്ടിലെ സഹോദരിയെ അമ്മയൊക്കെ ഓർക്കണം. അവരെ പറ്റി ഞാൻ അനാവശ്യം പറഞ്ഞുണ്ടാക്കിയ താൻ സഹിക്കോ? ഒന്നുമില്ലെങ്കിൽ താൻ കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളല്ലോടോ. രവിയുടെ മനസ്സിൽ എന്നെ കുറിച്ച് അങ്ങനെ ഒരു ചിന്ത ഞാൻ ഊഹിച്ചത് പോലുമില്ല. സാറിന് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനിയെങ്കിലും ഒരു പെൺകുട്ടിയെ കുറിച്ച് അപവാദം കേൾക്കുമ്പോ 2 വട്ടം ആലോചിക്കണം. സോറി ഞാൻ ആക്ച്വലി മാപ്പ് പറയാനുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എടുത്തു ചാടി ഐ എം സോറി. തൽക്കാലം ഈ സോറി സ്വീകരിച്ചിരിക്കുന്നു. എന്നെ എന്റെ സ്കൂട്ടറിനടുത്ത് വിട്ടേക്കോ. ഓ ശരി, വാ. നളദമയന്തി കഥ കേട്ടിട്ടുണ്ടോ കുട്ടൻ? നളൻ സുന്ദരിയായ ദമയന്തിയെ വരിക്കാനെത്തുമ്പോ കലിയും വരുണനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. നളൻ ദമയന്തിയെ വിവാഹവും കഴിച്ചു. കലിക്ക് കോപം വന്നു. നളനെ കലി ശപിക്കുന്നു. കല്യാണം കഴിഞ്ഞ് അവരങ്ങനെ സുഖമായിട്ട് കഴിയുമ്പോ ഒരു ദിവസം 2 മനോഹര പക്ഷികളെ കാണുന്നു. അവയെ ഉടുമുണ്ടഴിച്ചു പിടിക്കാൻ നോക്കിയപ്പോ നളന്റെ മുണ്ടും കൊണ്ട് കിളികൾ അങ്ങ് പറന്നുപോയി. നളൻ അങ്ങനെ തുണിയില്ലാതെ നിന്നു. എന്നിട്ട് ഈ മുണ്ടില്ലാത്ത നളൻ എന്ത് ചെയ്തു മുത്തശ്ശി? പറ. മുണ്ടില്ലാതെ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? ദമയന്തിയുടെ പുടവ കീറി അതും എടുത്ത് നളനങ്ങ് പോയി. ആ സമയത്ത് കലിയുടെ ശാപം ഫലിക്കുന്നു. നളനെ കാർക്കോടകൻ കടിക്കുന്നു. കാർക്കോടകൻ ആരാ? വലിയ സർപ്പമല്ലേ? വലിയ പാമ്പാ? നളൻ കറുകറുത്ത രൂപമായി ആരും തിരിച്ചറിയാതെയായി. ശാപമോക്ഷത്തിന് നളൻ ഋതുപർണ രാജാവിന്റെ കൊട്ടാരത്തിലെ ദാസനായി. ഒരിക്കൽ രാജാവിനു വേണ്ടി അതിവേഗത്തിൽ തേരോടിക്കുന്നത് കണ്ട രാജാവ് അമ്പരന്നുപോയി. ഇതെങ്ങനെയാ ഇത്ര വേഗത്തിൽ കുതിരകളെ ഓടിക്കുന്നതെന്ന് രാജാവ് ചോദിച്ചപ്പോ തനിക്ക് അശ്വഹൃദയ മന്ത്രം അറിയാമെന്ന് നളൻ പറഞ്ഞു. എന്നിട്ട് നളൻ ആ മന്ത്രം രാജാവിന് പറഞ്ഞുകൊടുത്തു. പിന്നെയും തേരോടിച്ച് അവരൊരു മരത്തിന്റെ ചോട്ടിലെത്തുന്നു. ഈ മരത്തില് എത്ര ഇലകളുണ്ടെന്ന് അറിയാമോന്ന് രാജാവ് നളനോട് ചോദിച്ചു. രാജാവ് തനിക്ക് അക്ഷഹൃദയ മന്ത്രം അറിയാമെന്ന് പറയുകയും അത് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. അതോടെ എന്തു പറ്റി? നളന് ശാപമോക്ഷവും കിട്ടി. ഈ ശാപമോക്ഷം എന്ന് പറഞ്ഞ എന്താ മുത്തശ്ശി? അതെ, ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുക. അതെ, അഹല്യ പ്രതിമയായി പോകുവാൻ ഗൗതമ മുനി ശപിച്ച കഥ കേട്ടിട്ടില്ലേ? രാമൻ തൊട്ടപ്പോ അഹല്യക്ക് മോക്ഷം കിട്ടി. അങ്ങനെ അഹല്യ ദേവതയായി മാറി. ദേവത എന്ന് പറഞ്ഞ മാലാഖയല്ലേ? ഏഞ്ചൽ. എനിക്ക് ഇപ്പൊ തന്നെ മാലാഖ കാണണം. മാലാഖ വാ, ഏഞ്ചലെ വാ. 1 2 ച 1 2 ചാലസ്യ. അയ്യോ, ബാക്കി മറന്നുപോയല്ലോ. മുത്തശ്ശി, എന്റെ വള എവിടെയാ? മാലാഖയെ ഞാൻ കാണുമ്പോ ഞാൻ ഉപയോഗിക്കണ ആ വള എവിടെയാ? എനിക്ക് മാലാഖ കാണണം.
ഇതല്ല അവളാ? ഏ? ഏ? ഇതാ ഇതല്ലേ? മോനെ അതെങ്ങനെയാ ഇപ്പൊ മാലാഖയെ കാണുന്നേ? മാലാഖ അങ്ങ് കാട്ടിലല്ലേ? നമ്മൾ അവിടെ നിങ്ങൾ നാട്ടിലായിട്ട് വന്നില്ലേ? അത് പറ്റില്ല. എനിക്ക് മാലാഖയെ കാണണം. എനിക്ക് ഇപ്പൊ തന്നെ കാണണം മുത്തശ്ശി. നമുക്ക് കണ്ടുപിടിക്കാം. മുത്തശ്ശിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം കേട്ടോ. അത് പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ കാണണം മാലാഖെ. മാലാഖെ വാ, ഏഞ്ചലെ വാ. മാലാഖെ കുട്ടാ. അച്ഛാ എന്നെ മാലാഖെ കണ്ടു. ശ്ശേ, ദാ, നീ എന്തായി കാണിച്ചത്? എത്ര ഇമ്പോർട്ടന്റ് ആയ ഫയലാണെന്ന് അറിയോ? എനിക്ക് നാളെ ഓഡിറ്റിന് കൊടുക്കാനുള്ള ഫയലാ. നിനക്ക് ഇത്ര ബോധമില്ലാതായി പോയല്ലോ. അവന്റെ ഒരു കുട്ടിക്കളി നല്ല അടി കിട്ടാത്തതിന്റെ കുറവാ. വൈകിട്ട സുഖമില്ലാത്ത കുട്ടിയാണോ ഇങ്ങനെ ചീത്ത പറയുന്നത്? സുഖമില്ലെങ്കിൽ അടങ്ങിയിരിക്കണം, അല്ല ചാടിക്കളിക്കല്ല വേണ്ടത്. അഹങ്കാരി. എന്റെ എത്ര കാലത്തെ അധ്വാനത്തിന്റെ കണക്കെന്നറിയും. മറിയങ്ങോട്ട്. കുട്ടാ, ജാനകി, നീ ചെന്ന് മഹാദേവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതായിരിക്കും. അവന് സുഖമില്ലെന്ന് അറിഞ്ഞൂടെ? സിധു പോട്ടെ. നീ പോയി നിന്റെ ഭർത്താവിനെ സമാധാനിപ്പിക്ക. എന്റെ കുട്ടിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. ചെല്ലുമോളെ. പോട്ടടാ. വാ, വന്നേ ഇങ്ങോട്ട്. നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കേ. കരയാതെ, നല്ല കുട്ടിയല്ലേ. കരയല്ലേ? ദേ, ഇങ്ങോട്ട് നോക്കി. ഞാനൊരു സാധനം കാണിച്ചു തരട്ടെ. ദാ, ഇതല്ലേ കുട്ടന്റെ വള? ഇത് വെച്ച് വിളിച്ച മാലാഖ വരുമല്ലോ. ആ, ഇത് വേണോ? വേണം വേണം ആ. വേണം. എനിക്ക് വേണം. താ മുത്തശ്ശി. ആ, അതെ, ആദ്യം കരച്ചിലൊക്കെ മാറ്റി മിടുക്കനാവ്. എന്നാ തരാം. ആ, ഇനി മേടിക്കാനായല്ലോ. ആ. കുട്ടന്റെ അച്ഛൻ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരുന്നല്ലേ? നല്ല കുട്ടികൾ ഇങ്ങനെയാണോ? മുതിർന്നവരുടെ ജോലിയെ ശല്യപ്പെടുത്താമോ? ഓ, സോറി മുത്തശ്ശി. ദാ. ഹായ് ഹായ്. മാലാഖി വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.